ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇന്നൊവേറ്റീവായിട്ടുള്ള വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു വർക്കിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ആക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മുടേത് ഒരു സ്റ്റിച്ചിങ് ചാനൽ ആയതുകൊണ്ട് തന്നെ ഒരു സ്റ്റിച്ചിങ് പ്രോജക്റ്റ് ആണ് ഞാനിതിൽ ഷെയർ ആക്കുന്നത്. ഈ ഒരു സ്റ്റിച്ചിങ് പ്രോജക്റ്റിൻ്റെ വരുമാനം മിക്കവാറും ഡോളേഴ്സിലാണ് കിട്ടുക. കാരണം നമ്മുടെ രാജ്യത്ത് ഈ ഒരു പ്രൊജക്റ്റ് അത്രയും ഫേമസ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രോജക്റ്റ് ചെയ്ത് കൊറിയർ ആക്കേണ്ടത് പുറത്തേക്കൊക്കെയാണ്. അവർ തന്നെ സെൻഡ് ചെയ്ത് തരുന്ന മെറ്റീരിയൽസ് വെച്ചാണ് നമ്മളിത് ചെയ്തു കൊടുക്കേണ്ടത്. ഞാൻ ഈ ഒരു വർക്ക് കണ്ടുപിടിച്ച സമയത്ത് ഞാൻ ഇതിന് ട്യൂട്ടോറിയൽസിന് വേണ്ടി സെർച്ച് ചെയ്തപ്പോഴത്തേനും ഒറ്റ വീഡിയോ പോലും ഇത് മലയാളത്തിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ആക്കുന്നത്. അപ്പോൾ ഞാനിതിൽ പറഞ്ഞ പോലെ അവർ സെൻഡ് ചെയ്ത് തരുന്ന ഇതേപോലത്തെ ഉടുപ്പുകളിലും ആണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തെടുക്കേണ്ടത്. ഈ പാറ്റേൺസ് വെച്ചിട്ട് അവർ സെൻഡ് ചെയ്ത് തരുന്ന ഫാബ്രിക്കുകളിൽ വെച്ച് കട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു മെമ്മറി ആയിട്ടുള്ള ഒരു ഫോം, ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കുട്ടികളുടെ ഉടുപ്പിൽ മാത്രമല്ല, അവർ ചിലപ്പം അവരുടെ ഗ്രാൻഡ് ഫാദേഴ്സിൻ്റെ ഒക്കെ ഡ്രസ്സസ് നമുക്ക് സെൻഡ് ചെയ്ത് തരും. അത് വെച്ചിട്ട് അവർക്കൊരു മെമ്മറി ആയിട്ട്, ഒരു കീപ്സേക്ക് ആയിട്ട് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പാറ്റേൺ ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാനിതിൽ ഈ ഒരു വർക്കിനെ കുറിച്ച് പറയുന്നത് കൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ സ്റ്റിച്ചിങ് കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾ തംബ്നെയിലിൽ കണ്ട പോലെ ഞാനിതിലൊരു ഗിവ് അവേയും കൂടി കൊടുക്കുന്നുണ്ട്. ഗിവ് അവേയുടെ പ്രൈസ് എന്ന് പറയുന്നത് ഈ ഒരു പാറ്റേൺ ആണ്. കാരണം നിങ്ങൾ ഈ പാറ്റേൺ സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും, എല്ലാത്തിലും പേയ്മെൻ്റ് ഉണ്ട്. പേയ്മെൻ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ കിട്ടത്തില്ല. ഇത് ഞാൻ തന്നെ സെറ്റ് ചെയ്തിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് കട്ട് ചെയ്ത് വെച്ച പാറ്റേൺസ് ആണ്. അപ്പോൾ 8 ഇഞ്ച് തൊട്ട് ഒരു 30, അതായത് 30 ഇഞ്ച് വരെ ഉള്ള ബെയേഴ്സിൻ്റെ, മെമ്മറി ബെയേഴ്സിൻ്റെ പാറ്റേൺസ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഒരു സൈസിലുള്ള ഒരു പാറ്റേൺ ആണ് ഞാൻ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഗിവ് അവേ ആയിട്ട് തരാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ അവർ സെൻഡ് ചെയ്യുന്ന ഡ്രസ്സസിൽ അത് വെച്ചിട്ട് വരച്ച് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്ത് എടുത്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് ജോയിനിങ്ങിൻ്റെ ഒക്കെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്യുന്ന ഒരു പീസസും നമ്മൾ കളയേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിതൊരു റീസൈക്ലിംഗ് പ്രൊജക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞു പീസസ് വെച്ച് തന്നെയാണ് നമ്മൾ ഈ ഒരു ബെയറിനെ ഫില്ല് ചെയ്തിട്ട് എടുക്കുന്നത്. ഈ പുറം രാജ്യങ്ങളിലൊക്കെ റീസൈക്ലിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് അവർ മെമ്മറി മാത്രമല്ല, നല്ലൊരു റീസൈക്ലിങ്ങിന് മാതൃകയാവുന്ന ഒരു പ്രോജക്റ്റും കൂടെയാണ്. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ടും ഒരു ബനിയൻ ടൈപ്പ് ഫാബ്രിക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് സ്റ്റിഫായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ബെയറിന് ഒരു ഷേപ്പ് വരാൻ വേണ്ടിയിട്ടും നമ്മളൊരു ക്യാൻവാസ് ഇതിൽ അയൺ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, അതിൽ എവിടെയൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഈ പാറ്റേണിൽ എഴുതിയിട്ടുണ്ട്. അതേപോലെ ഒന്ന് നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മാത്രം മതി. ഞാൻ ആ ഒരു പാറ്റേൺ വെച്ചിട്ടാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ആദ്യം അതിൻ്റെ ഫേസാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഓരോ ഭാഗവും ഫസ്റ്റ് എവിടെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് എന്നൊക്കെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ഒരു പാറ്റേണിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാ പാർട്ടും സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ജോയിൻ ചെയ്തെടുക്കുമ്പോഴാണ് നമ്മുടെ ആ ഒരു മെമ്മറി ബെയർ എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വരുന്നത്. നിങ്ങൾ യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ സെർച്ച് ചെയ്താൽ മതി മെമ്മറി ബെയർ എന്ന്. അതിൻ്റെയൊക്കെ റേറ്റ് എത്രയൊക്കെയാണ് വരുന്നത് എന്ന് നിങ്ങൾക്കപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഒരു 3000-4000 ഒക്കെ രൂപയാണ് ഒരു ബെയറിന് നമുക്ക്
ചാർജായിട്ട് കിട്ടുന്നത്. അത് നമ്മൾ പുറത്തേക്കൊക്കെയാണ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ 6000-7000 രൂപയൊക്കെ നമുക്ക് വരുമാനം നേടാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഞാനതിൻ്റെ ഫേസ് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് എല്ലാ പാർട്ടും സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഉള്ളിലേക്ക് വേണമെങ്കിൽ നമുക്ക് പോളിസ്റ്റർ, നമ്മുടെ പഞ്ഞിയില്ലേ, അത് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ ഫുള്ളായിട്ട് റീസൈക്ലിംഗ് പ്രോജക്റ്റ് വേണം എന്ന് പറയുന്നവർക്ക് നമ്മൾ ഇതിൻ്റെ കട്ട് പീസസ് തന്നെയാണ് ഫുള്ളായിട്ടും ഫില്ല് ചെയ്തിട്ട് കൊടുക്കുക. ഈ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ഒരു 1 hour, അതായത് 1 മണിക്കൂറൊക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. ഈ ഞാൻ പറഞ്ഞ പോലെ 1 മണിക്കൂർ കൊണ്ട് 6000-7000 രൂപയൊക്കെ നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എൻ്റെ കണ്ണും മൂക്കും ഒക്കെ നമ്മൾ ഈ ഒരു ഫാബ്രിക് വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു സാധനവും നമുക്ക് ഇതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ തയ്യൽ മെഷീൻ ഉണ്ടെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റ് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിൽ ഞാനൊരു ഗിവ് അവേ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനുള്ള ക്വസ്റ്റ്യനായിട്ട് ഞാനൊരു 3 ക്വസ്റ്റ്യൻസ് ഇതിൽ ചോദിക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അതിനുള്ള ആൻസേഴ്സ് കിട്ടും. അപ്പോൾ നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്താൽ മാത്രം മതി. നമ്മൾ കമൻറ്റ് പിക്കർ വഴി സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഈ ഒരു പാറ്റേൺ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. എല്ലാ പാർട്സും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാ പാർട്സും നോക്കിയിട്ട് ജോയിൻ ചെയ്തെടുത്താൽ മതി. നമ്മൾ ഇതിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഫാബ്രിക്കിൽ നിന്ന് തന്നെ പീസസ് കുഞ്ഞു പീസസ് ആക്കിയിട്ട് മാക്സിമം നമുക്ക് എത്ര ചെറുതാക്കാൻ പറ്റുമോ അത്രയും കുഞ്ഞതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം വലിയ പീസസ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ അത് ബാധിക്കും. ഞാൻ ഈ ഒരു ബട്ടൺസ് തന്നെയാണ് ഇതിൽ ഐസായിട്ട് ഉപയോഗിക്കുന്നത്. ചില സമയത്ത് അവർ ഈ നല്ല ഭംഗിയുള്ള പ്രിൻ്റൊക്കെ കീപ്പ് ചെയ്തിട്ട് തന്നെ ബേറിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ട് അതിൽ ഫില്ല് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജോയിൻ ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ഇമേജസ് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഗിവ് അവേയുടെ എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു പെയറൊക്കെ ഫില്ല് ചെയ്തിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാവില്ലേ, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റിച്ച് ഏതാണെന്നാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, റെഗുലറായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പാറ്റേൺ സൈസ് എത്രയാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇതിലെ ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പാർട്ട് ഏതാണ്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ലക്കി വിന്നറിന് ഞാൻ പാറ്റേൺസ് ഫ്രീ ആയിട്ട് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.